മൗല കോഗ്നിഷനിലേക്ക് വീണ്ടും സ്വാഗതം. സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന ഈ നാറി പുന്നക്കലിനോട് നമ്മൾ ചില ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു അത് ഖുറൈശികളുടെ ഗോത്രദേവനാണ്, ബൈബിളിലെ യഹോവ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മൗല കോഗ്നിഷൻ്റെ ചോദ്യം ഇതാണ്: ബൈബിളിൽ പറയുന്ന യഹോവ അല്ല ഖുർആനിലുള്ള അള്ളാഹ് എങ്കിൽ അതിന് തെളിവ് വേണം. ഖുർആനിലും ബൈബിളിലും പറഞ്ഞ ഒരേ ദൈവമാണെന്ന് ഖുർആനിൽ തെളിവുണ്ട്. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ 5-ാം അധ്യായം 47-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇഞ്ചീലിൻ്റെ അനുയായികളെ നിങ്ങൾ അള്ളാഹു അതിലിറക്കിയത് കൊണ്ട് വിശ്വസിക്കുവിൻ. അപ്പോൾ ഇഞ്ചീലിറക്കിയത് ഖുറൈശികളുടെ ഗോത്രദേവനാണോ? 2-ാം അധ്യായം 133 മുതൽ 135 വരെ വചനങ്ങളിൽ കാണാൻ പറ്റും. മരണമാസന്നമായപ്പോൾ ഇസാക്ക് ചോദിച്ചത്, ജേക്കബ് തൻ്റെ പുത്രന്മാരോട് ചോദിച്ചു, എനിക്ക് ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? അവർ പറഞ്ഞു, താങ്കളുടെ പിതാവായിട്ടുള്ള അബ്രാമിൻ്റെയും ഇസാക്കിൻ്റെയും ജേക്കബിൻ്റെയും ദൈവമായ ഏക ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. മരണം ആസന്നമായപ്പോൾ യാക്കോബ് ചോദിച്ചു, നിങ്ങൾ ആരാണ് ആരാധിക്കുക എന്ന് തൻ്റെ സന്തതികളോട് ചോദിച്ചു. അവർ പറഞ്ഞു, തങ്ങളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇഷാക്കിൻ്റെയും ആരാധ്യനായ ഏകദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കും. ഞങ്ങൾ അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായിരിക്കും. ഖുർആനിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, ഞാൻ തീർച്ചയായിട്ടും മോശയ്ക്ക് തൗറാത്തും മറിയമിൻ്റെ പുത്രൻ യേശുവിൻ വ്യക്തമായ തെളിവും അദ്ദേഹത്തെ നാം പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഖുറൈശിയിലുള്ള ഗോത്രദൈവമാണോ മിസ്റ്റർ സെബാസ്റ്റ്യൻ പുന്നക്കൽ യേശുവിനെ മോശയുമൊക്കെ അയച്ചത്? ഖുർആനിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഖുറൈശികളുടെ ഒന്നെങ്കിൽ ദൈവം അള്ളാഹു, ഖുർആനിലുള്ള അള്ളാഹു ഇസ്രായേലികളുടെ ദൈവമായ യഹോവയാണ്, അല്ലെങ്കിൽ ഖുറൈശികളുടെ ഗോത്രദേവനാണ്. ഇതിലേതാണ്? ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് ഇസ്രായേലികളുടെ, അതായത് മോശയുടെയും ഈസയുടെയും അബ്രഹാമിൻ്റെയും ദൈവമായിട്ടാണ്. ഖുർആൻ 16-ാം അധ്യായം
123 വചനം. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അബ്രഹാമിൻ്റെ മതത്തെ പിന്തുടരുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഖുറൈശികളുടെ ദൈവമാണോ അബ്രഹാമിൻ്റെ ദൈവം എന്നാണ് ഞാൻ സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് സെബാസ്റ്റ്യൻ പുന്നക്കലിനോടുള്ള ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഖുറൈശി ദേവനായിട്ടുള്ള ഗോത്രദൈവത്തിൻ്റെ പേരാണ് അള്ളാഹു എങ്കിൽ ബൈബിളിലുള്ള നിയമം തെറ്റിക്കുന്ന താനല്ലേടോ? പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യേശു ആവർത്തിച്ച നിയമമാണിത്. ഇത് തെറ്റിക്കുന്ന താനല്ലേ ഈ വ്യാജ ക്രിസ്തു, അന്തിക്രിസ്തു, ക്രിസ്തു വിരുദ്ധൻ, ബൈബിൾ വിരുദ്ധൻ? കാരണം ക്രിസ്തു ആണല്ലോ ദൈവം, അല്ല ക്രിസ്തു ആണല്ലോ മിശിഹായിലൂടെയാണ്, വചനമാണല്ലോ, ദൈവവചനമാണല്ലോ മിശിഹായിലൂടെയാണല്ലോ എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ നിയമങ്ങളും പുസ്തകങ്ങളും ലഭിച്ചത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 7-ാം വചനം, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ എടുക്കരുത്, തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ കുറ്റമില്ലാത്തവനാക്കി നിർത്തുകയില്ലല്ലോ. കർത്താവിൻ്റെ നാമ സ്വഭാവത്തൊന്നും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൂടെ എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. വ്യത്യസ്ത ട്രാൻസ്ലേഷൻ തർജ്ജമകൾ നിങ്ങൾക്ക് വായിക്കാം. അതായത് കർത്താവിൻ്റെ പേരല്ലാത്ത പേരൊന്നും കർത്താവിന് കൊടുത്ത് കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾ ഒരിക്കലും വൃഥാവിലാക്കുകയോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതികളിലൂടെ എടുക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹു ഖുറൈശി ദേവനാണെങ്കിൽ മരമണ്ടൻ സെബാസ്റ്റ്യൻ പുന്നക്കൽ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാഹ് എന്ന് പറയുന്ന ദൈവം ഖുറൈശികളുടെ ഗോത്രദേവനായ പാഗൻ ദൈവമാണെങ്കിൽ ആ ദൈവമായ അള്ളാഹു എന്ന ആ ദൈവത്തിൻ്റെ പേര് യഹോവയ്ക്ക് ചാർത്തിക്കൊടുത്ത താനും തൻ്റെ മതനേതൃത്വവും അല്ലടോ 1-ാം നമ്പർ പമ്പര വിഡ്ഢികളും തെമ്മാടികളും. നിങ്ങളുടെ എല്ലാ അറബിക് ബൈബിളുകളിലും എലോഹി എന്നോ യഹോവ എന്നോ എഴുതാതെ അള്ളാഹു എന്നാണ് നിങ്ങളുടെ ദൈവത്തെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിക്കുകയായി താങ്കളും താങ്കളുടെ ക്രിസ്തീയ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ബൈബിൾ പണ്ഡിതന്മാരും ചെയ്തിരിക്കുന്നത് ഖുറൈശികളുടെ ഗോത്രദേവനായ പാഗൻ ദൈവത്തിൻ്റെ നാമം നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയുടെ മേൽ ചാർത്തുകയായി ഈ പുസ്തകങ്ങളും നിയമങ്ങളും തെറ്റിച്ചത് താങ്കളല്ലേ? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം, അതിൽ പറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന ജനം അത് നിങ്ങൾ തന്നെയല്ലേ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോവാം. ദാനിയേൽ 7-ാം അധ്യായം 25-ാം വചനം നമുക്കൊന്ന് കേൾക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ഇത് കുറേ പേജുകളുണ്ട്. ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. ഇപ്പം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 25-ാം വചനം പറയുന്നു, അവൻ അത്യുന്നതനെതിരെ സംസാരിക്കുകയും അവൻ്റെ വിശുദ്ധ ജനത്തെ അടിച്ചമർത്തുകയും നിശ്ചിത സമയങ്ങളും നിയമങ്ങളും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. വിശുദ്ധ ജനം ഒരു സമയത്തേക്കും പകുതി സമയത്തേക്കും അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അപ്പം നിങ്ങളല്ലേടോ ഇതേ പ്രവർത്തനം ചെയ്തത്? അതായത് ദൈവത്തിൻ്റെ സമയവും നിയമവും നിങ്ങളല്ലേ തെറ്റിച്ചത്? നിയമം തെറ്റിച്ച എങ്ങനെയാണ്? നിങ്ങളെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പേര് യാഹ്വേ, യഹോവ എന്നുള്ള പേര്, അല്ലെ എലോഹിം എന്ന് ബൈബിളിൽ പഴയ നിയമത്തിൽ കൊടുത്ത പേര് മാറ്റി നിങ്ങൾ അള്ളാഹു എന്നാക്കിയില്ലടോ മരമണ്ട. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. കോഡക്സ് 151 arabicbible.com. ഇത് സ്കാൻഡ് പിക്ചറാണ്, സ്കാൻ ചെയ്ത ചിത്രമാണ്. ഹീബ്രു എന്ന അധ്യായത്തിൻ്റെ സ്കാൻ ചെയ്ത ചിത്രത്തിൻ്റെതാണ്. ഇതിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. കണ്ടില്ലേ? എബ്രായികൾക്ക് അയച്ച ലേഖനം, അതായത് ഹീബ്രോസ് റിസാല കത്ത്, എബ്രായികൾക്കുള്ള കത്താണത്. പൗലോസൻ ഇബ്രാഹികൾക്ക് അയച്ച ലേഖനം റിസാലത്ത് പൗലോസ് ഇലാ ഇബ്രാഹിം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് കൊടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം തന്നെയാണോ മണരമണ്ട? ബൈബിളിൽ പറഞ്ഞ ഇസ്മായിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, ഖുർആനിലെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഒന്ന് തന്നെയാണോ? അല്ലയോ മരമണ്ടൻ സെബാസ്റ്റ്യൻ, നിൻ്റെ മരമണ്ടൻ അനുയായികളും നിൻ്റെ മരമണ്ടൻ ചർച്ചുകളും നിൻ്റെ മരമണ്ടൻ ചർച്ച് നേതാക്കന്മാരും ഒക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വീണ്ടും ഇതിൽ ആവർത്തിക്കുന്നു. ഇതിൽ മൊത്തം അല്ലാ എന്നുള്ള പേരുകൾ നിങ്ങൾക്ക് കാണാം. 1-ാം വചനത്തിൽ തന്നെ ഇത് അല്ലാ എന്ന് കൊടുത്തിരിക്കുന്നു. അംബിയായി മിൻ ഖബൽ, അതായത് അമ്പിയാക്കളോടെ ആദ്യം ദൈവം നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു, വചനം നൽകിയത്.
അപ്പോൾ കുല്ല ഷൈഇൻ ബിഹൽഖ്, ജനങ്ങൾക്കെല്ലാം മാർഗദർശനം നൽകി എന്നൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്നത് മൊത്തം അള്ളാഹ് എന്നുള്ള പേരാണിത്. താഴേക്കൂടെ വന്ന് ഞങ്ങൾ കാണാൻ പറ്റുന്നത് അള്ളാഹ്, നാസ് അള്ളാഹ്, അല്ല ഇന്നല്ലാഹ തറ, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മൊത്തം അള്ളാഹ് അള്ളാഹ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സ്കാൻ ചെയ്ത കോപ്പിയാണ്. കോഡക്സ്, മൗണ്ട് സൈനായ് അറബിക് കോഡക്സ്, ഇതിലുള്ള വചനങ്ങളാണത്. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ 20-ാം അധ്യായം 7-ാം വചനത്തിൽ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാം വ്യർത്ഥമായ തെറ്റായ സ്ഥിരീകരണങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതികളിലൂടെ എടുക്കരുത്. എന്നാൽ അതിൻ്റെ ബഹുമാനവും ശക്തിയും അവഗണിച്ച് അവൻ്റെ നാമം വ്യർത്ഥമായി എടുക്കുന്നവനെ കർത്താവ് കുറ്റബോധമില്ലാത്തവനാക്കുകയോ ശിക്ഷിക്കാതെ വിടുകയില്ല. അപ്പം നീയും നിൻ്റെ ക്രിസ്തീയ പണ്ഡിതന്മാരും പ്രസ്ഥാനക്കാരുമെല്ലാം കർത്താവിൻ്റെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഖുറൈശി പാകൻ ദൈവമായ അള്ളാഹുവിൻ്റെ പേര് അറബിക് ബൈബിളിൽ കടത്തിക്കൂട്ടിയ തെണ്ടി തമ്മാടി പട്ടി പരിശകളല്ലേ എടോ എന്നാണ് സെബാസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. തനിക്ക് സംവാദത്തിന് വരാൻ ധൈര്യമുണ്ടെങ്കിൽ നീ മൗലാ കോഗ്നിഷനുമായി സംവാദത്തിന് കടന്നു വാ. നിന്നെപ്പോലുള്ള അങ്ങനെ തന്നെ വിളിക്കുന്നത് യേശുവിൻ്റെ ചര്യയാണ്. യു വിക്കഡ് ആൻഡ് അഡൾട്രസ് ജനറേഷൻ, വ്യഭിചാരികളും തമ്മാടികളുമായ സമൂഹമേ എന്നാണ് തന്നെപ്പോലുള്ള തേർഡ് റേറ്റ് തണ്ടികളെ ക്രിസ്തു വിളിച്ചിരിക്കുന്നത്. അതേ ലാംഗ്വേജ്, അതേ ഭാഷയിലാണ് മൗലാ കോഗ്നിഷൻ തന്നെ പോലെയുള്ള തെമ്മാടികളെ, ഓൺലൈനിലുള്ള നാറികളെ, സമൂഹത്തിൽ ഛിദ്രതയും വിദ്രതയും ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു തന്നെ പോലുള്ള തെമ്മാടികളെ കൈകാര്യം ചെയ്യുന്ന മൗലാ കോഗ്നിഷൻ്റെ ഒരു രീതി അതാണ്. തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടം സഹിച്ചോളാം. അപ്പം ഡിസ്കവർ ബൈബിൾ എന്നുള്ള ഈ വെബ്സൈറ്റിലാണ് എന്തുള്ളത്, ബൈബിൾ കോഡക്സ്, അറബിക് കോഡക്സ് 151 എന്നുള്ള അതുള്ളത്. ഇനി നമുക്ക് ഏത് ബൈബിൾ വേണമെങ്കിലും നോക്കാം. ഞാനൊന്ന് സെർച്ച് ചെയ്ത് ഞങ്ങൾക്ക് അടുത്ത ബൈബിൾ കാണിച്ചു തരാം. അറബിക് ബൈബിൾ ഔട്ട്റീച്ച് മിനിസ്ട്രി, ഇത് ഇവാഞ്ചലിക്കലുകാരുടെ സംഭവമാണത്. ഇതിൽ ധാരാളം ബൈബിളുകളുണ്ട്. അറബിക് ബൈബിൾ ടെക്സ്റ്റ്, നമുക്കതിലൊന്ന് കയറി നോക്കാം. PDF ഫോർമാറ്റ് ഒന്ന് അടിച്ചു നോക്കാം. എന്താണ് സൂറ ആയ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വാട്ട് ഈസ് സൂറ ആൻഡ് ഖുർആനിലുള്ളത് പോലെയാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും കൊടുത്തിട്ടില്ല അതിൽ. ഇതിൽ അറബിക് ബൈബിൾ PDF നമുക്കൊന്ന് വായിച്ച് നോക്കാം. റോമൻസ്, എഫെസിയൻസ്, ഹീബ്രൂസ് 1-ാം അധ്യായം നോക്കാം. ഇതിൽ അള്ളാഹ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ ആദ്യത്തെ വചനം ഇബ്രാഹിം. പിതാക്കന്മാരായ അമ്പിയാക്കൾക്ക് ശേഷം ദൈവം ധാരാളം വചനങ്ങൾ അയച്ചു കൊടുത്തു മുൻപ് കാലഘട്ടത്തിൽ എന്നാണ് പറയുന്നത്. അത് അള്ളാഹു എന്നാണ് പറയുന്നത് അവിടെ. ഖുർആനിലുള്ള അള്ളാഹു തന്നെയാണ് ഈ അള്ളാഹു. നമ്മ അനൽ ഇബന് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് യാ അള്ളാഹ്, അള്ളാഹ് എന്ന് കാണാൻ പറ്റുക. ഞാൻ സ്ക്രോൾ ചെയ്തുതരാം. അള്ളാഹ് എവിടെ പോയി? ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറ് ചില്ലറ ഇതാണല്ലേ. യാ അള്ളാഹ്, വീണ്ടും കാണാം. അള്ളാഹു ബഅദ കലിമൽ അംബിയാ ഖദീമ. ദൈവം താങ്കളോട് പല മുൻപ് കാലഘട്ടങ്ങളിൽ ധാരാളം പ്രവാചകന്മാരോടും പല രൂപങ്ങളിൽ സംസാരിച്ചു. അന്ത്യനാളിൽ തൻ്റെ പുത്രൻ യേശുവിലൂടെ ദൈവം വെളിപ്പെട്ടു എന്നാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. അപ്പം അറബിക് ബൈബിൾ എന്തിനാണോ താനൊരു ഖുറേശി ഗോത്രദേവൻ്റെ പേര് അള്ളാഹു എന്നുള്ളത്, അറബിയിൽ തന്നെ യഹൂവാന്നോ യാഹുവാന്നോ എഴുതാൻ പറ്റുമല്ലോ, ഇലോഹിം എന്ന് അറബിയിൽ എഴുതാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാണ് താനൊരു ഖുറേശി ഗോത്രദേവനോട് സാമ്യപ്പെടുന്ന യഹോവയെ അപകീർത്തിപ്പെടുത്തുന്ന പേര് കൊടുത്തത്?
സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്താ പറയുന്നത്? ലോകത്തുള്ള മൊത്തം ക്രിസ്ത്യാനികൾക്ക് തെറ്റുപറ്റിയെന്നാണോ പറയുന്നത്? അതായത് അവൻ്റെ ഈ മരപ്പൊട്ടൻ്റെ ചർച്ച അടക്കമുള്ള പെന്തക്കോസ്റ്റലോ ജഹോവാസ് വിറ്റ്നസ് അടക്കമുള്ള ക്രിസ്ത്യൻ സഭകൾക്ക് തെറ്റുപറ്റിയെന്നാണോ പറയുന്നത്? അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെതിരെ നേർക്ക് ദൈവത്തിൻ്റെ പേരും കൂടി ശരിക്കും ഈ പുസ്തകത്തിൽ എഴുതി വെക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായം നൽകുന്നില്ലേ? നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയാണ് ചർച്ചിൽ. സ്വന്തം ദൈവത്തിൻ്റെ പേര് വരെ ഒന്ന് വൃത്തിവെടിപ്പിലും തെറ്റുകൂടാതെയും വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കാനുള്ള ആ ഒരു ബേസിക് സഹായം പോലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ ക്രിസ്ത്യാനിയാണ്, യേശുവിൻ്റെ ആളാണ്, പരിശുദ്ധാത്മാവുണ്ടെന്ന് വീമ്പിളക്കി വെറുതെ പൊള്ളത്തരം വിളിച്ച് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നത്? അപ്പോൾ ക്രിസ്ത്യാനികൾ തന്നെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയാണോ ശരി? അതായത് അള്ളാഹ് എന്നുള്ള പേര് ഈ ബൈബിളിലൊക്കെ പരിശുദ്ധാത്മാവ് ധൈര്യം കാണിച്ചു തന്നല്ലോ, വഴി കാണിച്ചു തന്ന ക്രിസ്ത്യൻ സഭകളാണോ ശരി? അതല്ല ഈ കൂട്ടം തെറ്റി നടക്കുന്ന ചെന്നായയുടെ കടി കൊണ്ട ഈ കൂട്ടം തെറ്റിയ മുട്ടാടുകളിൽപ്പെട്ട ഈ സെബാസ്റ്റ്യൻ പുന്നക്കലാണോ ശരി എന്ന് നിങ്ങൾ ചിന്തിക്കുക. സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ള തണ്ടികളെ കുറിച്ച് പറയുന്നത്, ബൈബിളിൽ പറയുന്നത് ചെന്നായകളാണെന്നാണ്. ചെന്നായകളുടെ ഇടയിൽ നുഴഞ്ഞു കയറി, അതേപോലെ തന്നെ ഈ വിളവുകളുടെ ഇടയിൽ മറ്റേ സാധനം കയറിയെന്ന്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ WEED, അതായത് കളകൾ കയറിയത്. ഇത് ഈ ക്രിസ്തുമതത്തിൽ കയറിയ കളയാണെന്ത്? കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിതച്ചതിൻ്റെ ഇടയിൽ വളർന്നു വരുന്ന ക്ഷുദ്ര ചെടികളുണ്ടല്ലോ, അതായത് വിളകളെ നശിപ്പിക്കുന്ന മറ്റുള്ള ചെടികളും വേരുകളും, അതാണ് കള എന്ന് പറയുന്നത്. കീടങ്ങൾ. ക്രിസ്തുമതത്തിൽ കയറിക്കൂടിയ കീടമാണ് ആര്? സെബാസ്റ്റ്യൻ പുന്നക്കൽ. അല്ല, അള്ളാഹ് വിളിക്കാൻ ഇങ്ങർക്ക് ഒരു മടിയില്ല. ദൈവത്തിന്റെ പേര് യാഹ്വേ എന്ന സത്യദൈവത്തിന്റെ പേര് വിളിക്കാൻ പുള്ളിക്ക് ഭയം. അള്ളാഹ് വിളിക്കാൻ ബൈബിളിൽ അറബിയിൽ എഴുതിയ ചങ്ങായിമാർക്കൊന്നും ഒരു മടിയുമില്ല. സത്യദൈവത്തിൻ്റെ യഹോവ എന്നുള്ള പേര് ഒഴിവാക്കിയിട്ടാണ് ഇവർ ബൈബിളിൽ അള്ളാഹ് എഴുതി വെച്ചത്. സെബാസ്റ്റ്യ, ലോകത്തുള്ള 2 കോടി ക്രിസ്ത്യാനികൾക്ക് നിന്റെ സഭയടക്കമുള്ള, നിന്റെ കൂൺ പോലെ മുളച്ചു പൊന്തിയ സഭയടക്കമുള്ള സഭകളുടെ അറബിക് ബൈബിളിൽ വായിച്ചാൽ അള്ളാഹു എന്നാ കാണാൻ പറ്റും. അതിന് നിങ്ങൾക്കൊരു മടിയുമില്ല. മാരിയോ ജോസഫ് ബൈബിളിൻ്റെ പണ്ഡിതനല്ല, ബൈബിൾ പുസ്തകങ്ങൾ എഴുതുന്ന പണ്ഡിതനല്ല. അദ്ദേഹം ഒരു മിഷനറി പ്രവർത്തകനാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. പക്ഷെ തൻ്റെയൊക്കെ ചർച്ചുകളിൽ ബൈബിൾ ക്രോഡീകരിക്കാനും വിവർത്തനം ചെയ്യാൻ നിയമിക്കപ്പെട്ട പണ്ഡിതന്മാർ, അവർക്കൊരു ഉളുപ്പുമില്ല. എന്തെന്ന് ഖുറേശി ഗോത്രദേവനായ അള്ളാഹുവിൻ്റെ പേര് ബൈബിളിൽ എഴുതി യഹോവയ്ക്ക് ചാർത്താൻ അവർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്ന് തന്നെ പോലത്തെ മരപ്പൊട്ടന്മാരും നിന്റെ അനുയായികളായിട്ടുള്ള 1-ാം നമ്പർ പൊട്ടന്മാരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മകമായിട്ടുള്ള മതവാദം, തൻ്റെ തിയോളജി, വൈരുദ്ധ്യാത്മക ദൈവശാസ്ത്രം. അപ്പോൾ മാരിയോ ജോസഫ് അള്ളാഹ് എന്ന് പറയുന്നതാണ് ഈ ലോകത്ത് ക്രിസ്ത്യാനികളെന്ന് അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളെന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാരിയോ ജോസഫ് ഇൻഷാ അല്ലാഹ്, അള്ളാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ അതാണ് ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ വലിയ പ്രശ്നം. ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം ഈ തണ്ടിപ്പരിശകൾ, സെബാസ്റ്റ്യനെ പോലത്തെ തണ്ടിപ്പരിശകൾ സാമൂഹിക ഭിന്നതയും സമൂഹത്തിൽ ഛിദ്രതയും കുഴപ്പങ്ങളുണ്ടാക്കാനും ജനങ്ങളെ തമ്മിലടുപ്പിക്കാനും കലാപങ്ങളുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതിനാണ് ഈ ചങ്ങായി ഏതോ ഒരു പെട്ടിക്കൂട്, എലിക്കൂട് പോലത്തെ ഒരു സ്ഥലത്ത് കയറി നിന്ന് അതിന് കുറച്ച് ഗ്രാഫിക്സൊക്കെ കൊടുത്ത് വലിയ എന്തോ സംഭവമാക്കി BBC-യിലോ മറ്റേ CNBC-യിലൊക്കെ ഉള്ള റിപ്പോർട്ടർ മാതിരി കിടന്ന് ചലിക്കുന്നത്, വലിയ അറിവുള്ള ജ്ഞാനിയാണെന്ന് ഉള്ള ധാരണയിൽ കിടന്ന് ചലിക്കുന്നത്. അപ്പോൾ ചെന്നായകളാണ്, ആട്ടിൻതോലാണെങ്കിൽ ചെന്നായാണെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലത്തെ പണ്ഡിതന്മാർ, ഡേവിഡ് വുഡ്, സെബാസ്റ്റ്യൻ പുന്നക്കൽ, സാം ഷമോൻ എന്നൊക്കെ ഉള്ള ടീമിനെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ കളകൾ, കീടങ്ങൾ എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകത്തുനിന്ന് ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രതിസന്ധി, മാരിയോ ജോസഫ് ബിസ്മില്ല എന്ന് അള്ളാഹു എന്ന് പറയുന്നത്. അതേസമയത്ത് ഇത്രയും കാലം ബൈബിളിൽ അള്ളാഹ് ബിസ്മില്ല, ഒരു ക്രൈസ്തവ പുരോഹിതനും പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് എന്നുള്ളത് ഖുറേശികളുടെ അന്യദേവനാണ്, അത്
അള്ളാഹ് മുസ്ലിങ്ങളുടെ അർത്ഥ ഭക്ഷണം കഴിക്കരുത്. അപ്പോൾ അള്ളാഹ് എഴുതിയ ബൈബിൾ നിങ്ങൾക്ക് അറബിയിൽ വായിക്കാം. നിങ്ങളുടെ കത്തോലിക്കരായാലും ഓർത്തഡോക്സ് ആയാലും പ്രൊട്ടസ്റ്റൻ്റ് ആയാലും പെന്തക്കോസ്റ്റലായാലും നിങ്ങൾ അറബികളുടെ ഇടയിൽ ഈ ചർച്ച, അതായത് ആഫ്രിക്കയിലും അറബി സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ അറബികളിലുള്ള ബൈബിളിൽ നിങ്ങൾക്ക് അടിച്ചിറക്കി യഹോവയുടെ പേര് നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് അവിടെ അള്ളാഹു എന്ന് എഴുതാം. അതെന്തിനാണ്? മുസ്ലിങ്ങളെ പറ്റിക്കാനാണ്, അതല്ലെങ്കിൽ യഹോവയെ അപകീർത്തിപ്പെടുത്താനാണ്. ബൈബിൾ വചനം അനുസരിച്ച അള്ളാഹു എന്നുള്ളത് വ്യാജ ദൈവം, ഖുറൈശികളുടെ ദൈവമാണെങ്കിൽ, അതായത് പേഗൻ ദൈവമാണെങ്കിൽ, വ്യാജ ദൈവമാണെങ്കിൽ, ഗോത്രദൈവമാണെങ്കിൽ ആ ഗോത്രദൈവത്തിൻ്റെ പേര് നിങ്ങൾ യഹോവയ്ക്ക് നൽകുകയായി. യഹോവയെ നിങ്ങൾ അപമാനിച്ചു, ബൈബിളിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തെ നിങ്ങൾ അപമാനിച്ചു, നിങ്ങളുടെ മേൽ പ്ലേഗ് ഉണ്ടാവും, മഹാമാരി വരുന്നതാണ് ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അടർത്തുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ അവൻ്റെ മേൽ പേമാരിയും പ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാമാരി, രോഗങ്ങൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ പിന്നോക്കൻ പുന്നക്ക, തനിക്കെന്തെങ്കിലും വെളിപാടുണ്ടോ? ഹോളി സ്പിരിറ്റ് തന്നിലില്ല, തൻ്റെ ചർച്ചുകളില്ല എന്ന് ഞാൻ പൂർവാധിക ശക്തിയോടുകൂടി തെളിയിക്കുകയാണ്. ഹോളി സ്പിരിറ്റ് നിൻ്റെ ചർച്ചുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദേവനായ അള്ളാഹുവിൻ്റെ പേര് താനും തൻ്റെ ബൈബിൾ ഗ്രന്ഥകർത്താക്കളും ബൈബിളിൽ എഴുതി ചേർക്കില്ലായിരുന്നു. മനസ്സിലായടോ മന്ദബുദ്ധി? അപ്പോൾ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് ഇപ്പോഴും വെളിപാടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ചർച്ചുകൾ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. ഞാൻ നിങ്ങളോട് സംവദിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഏത് ചർച്ചുകാരായാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചർച്ചുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരും. കാരണം ഇതാണ്, കാരണം നിങ്ങളുടെ ആദർശങ്ങൾക്ക് അടിസ്ഥാനമില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനിക്കെതിരെ തിരിയുമ്പോഴും ക്രിസ്ത്യാനി മുസ്ലിമിനെതിരെ തിരിയുമ്പോഴും അവൻ വ്യാജനാണെന്ന് അവൻ തെളിയിച്ചുകൊണ്ടിരിക്കും. കാരണം മുസ്ലിമിനും ക്രിസ്ത്യാനിയും പരസ്പരം എതിരെ തിരിയാൻ പറ്റില്ല. കാരണം ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടെടുക്കുന്ന വഴികളാണ്. അപ്പം മുസ്ലിങ്ങളോട് ഞാൻ ഏത് തരത്തിൽ വിമർശനത്തോടുകൂടി സംസാരിക്കുന്നു, അതിൻ്റെ ഇരട്ടിയിൽ ഞാൻ ക്രിസ്ത്യാനികളോട് സംസാരിക്കും. കാരണം നിങ്ങളാണല്ലോ മുസ്ലിങ്ങളെ പരിശുദ്ധാത്മാവ് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞെടുക്കുന്നൊന്നുമില്ല. നിങ്ങളാണ് വലിയ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് ജനങ്ങളെ ദിവസവും പറ്റിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയാണോ തൻ്റെ സെബാസ്റ്റ്യൻ പുന്നക്ക? തൻ്റെ ചെവിയിലൂടെ കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതുമായിട്ടുള്ള ഈ വിവരക്കേട് വിളിച്ച് പുലമ്പുന്നതിനാണോ പരിശുദ്ധാത്മാവെന്ന് പറയും? പരിശുദ്ധാത്മാവ് എന്താ മണ്ടനാണോ? ഐശയ്യ പ്രവാചകൻ്റെ വചനമില്ല 11-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. പരിശുദ്ധാത്മ പറഞ്ഞ ജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ ആത്മാവാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫിയർ ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അത് തന്നിലുണ്ടായിരുന്നെങ്കിൽ താൻ പരിശുദ്ധാത്മാവില്ലാത്ത തൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് വരെ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക്, സത്യക്രിസ്ത്യാനിക്ക് നിഷിദ്ധമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മാവ് ആരിലില്ലയോ അവൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ശ്ലീഹയുടെ വചനവിധം റോമർ 8-ാം അധ്യായം 9-ാം വചനം. നിങ്ങൾ ജഡത്തിലല്ല, പക്ഷേ സെബാസ്റ്റ്യൻ പുന്നക്കൻ ജഡത്തിലാണ്. 5 സെൻസുകൾ, കാഴ്ച, കേൾവി മുതലായ ഇതിൽ കൂടെ കാണുന്നതും കേൾക്കുന്നതും മാത്രമേ അദ്ദേഹത്തിന് അറിയും. അതിൽ തന്നെ 99% വിവരക്കേടാണ്. പക്ഷേ പൗലോസ് ശ്ലീഹ പറയുന്നത് റോമർ 8-ാം അധ്യായം 9-ാം വചനം, എന്നാൽ നിങ്ങൾ ജഡത്തിലല്ല ആത്മാവിലാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ആർക്കെങ്കിലും ക്രിസ്തുവിൻ്റെ ആത്മാവില്ലെങ്കിൽ അവൻ അവൻ്റെ ആരുമല്ല. അപ്പോൾ സെബാസ്റ്റ്യൻ, നീ തന്നെ ക്രിസ്തുവിൻ്റെ ആരുമല്ല ഉള്ള തെളിവാണ്. നമ്മൾ ഏത് ബൈബിൾ എടുത്തു നോക്കിയാലും ഇതാണ് ശരി. ഏത് വിഭാഗക്കാരെ, കോപ്റ്റിക് അറബിക് ബൈബിള്, കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെയോ ഓർത്തഡോക്സ്, കാത്തോലിക്, പെന്തക്കോസ്റ്റ്, ഏത് അറബിക് ബൈബിൾ എടുത്താലും അതിലൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ ദൈവത്തെ അള്ളാഹു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സെബാസ്റ്റ്യൻ്റെ ഈ നാടകം, അതായത് മലയാളികളാണ്, പ്രത്യേകിച്ചും മലയാളി ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ സ്കാമുകളിലും ഓൺലൈൻ തട്ടിപ്പുകളിലും പെടുന്നത്. അത് മാഞ്ചിയം, മൂഞ്ചിയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടല്ലോ. അതേപോലെ പിരമിഡ്, MLM സ്കീം, മറ്റുള്ള ചില ഈ പെട്ടെന്ന് സമ്പന്നനാകാനുള്ള പലതരം സ്കീമുകൾ, അതേപോലെ ഒരു ആത്മീയ വാണിജ്യം, അതായത് ആത്മീയമായിട്ടുള്ളൊരു കപട ആത്മീയ വാണിജ്യം. സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ഈ വ്യാജ ആത്മീയ പ്രഭാഷണങ്ങളുടെ കുടുങ്ങി
സാധാരണ ക്രിസ്ത്യാനികൾക്കും പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ നഷ്ടപ്പെടുന്നത് ഈ സ്വത്തായിരുന്നു, പണമായിരുന്നു. ഇങ്ങനെ ഓരോരോ ഓൺലൈനിലുള്ള ഓരോ സ്കീമിൽ കുടുങ്ങിയിട്ട് ഓരോരോ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള, ആദ്യം ആട് മാജിയം തേക്ക് മൂഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓൺലൈൻ തുടങ്ങിയപ്പം ഓൺലൈനിൽ കൂടെയുള്ള വിൽപ്പനകൾ, അതേപോലെ ഈ MLM മാർക്കറ്റിംഗ്, അതായത് പിരമിഡ് സ്കീമൊക്കെ ഉള്ള പരിപാടികൾ, അതിലൊക്കെ കുടുങ്ങി മലയാളികൾ കൊടുക്കുന്ന ഒരവസ്ഥ. ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൊക്കെ കുടുങ്ങിയിട്ട് ഓൺലൈൻ ട്രേഡിങ്ങിലൊക്കെ അതേപോലെയുള്ളൊരു അത് സമ്പത്തെ നഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ഈ ആത്മീയ ചൂഷണം ബൈബിളൊക്കെ വളച്ചൊടിച്ചുകൊണ്ടും മുസ്ലിങ്ങളെയൊക്കെ തെറ്റായി വിമർശിച്ചുകൊണ്ടും തെളിവില്ലാതെ തെറ്റായി വിമർശിച്ചുകൊണ്ടും സെബാസ്റ്റ്യൻ പുന്നക്കൽ നടത്തുന്ന ഈ ആത്മീയ ചൂഷണം, അതിന് ഇരകളായ ക്രിസ്ത്യാനികൾ സ്വന്തം ആത്മാവും വിശ്വാസവും തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അറബിക് ബൈബിളിലൊക്കെ ഇങ്ങനെയുള്ളപ്പോൾ അറബിക് ക്രിസ്ത്യാനികൾ എന്ന് പറയും, അവർ അന്യദേവനാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഖുർആനിലുള്ള അള്ളാഹു ബൈബിളിലുള്ള അള്ളാഹു ആണോ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ഖുർആനിലുള്ള അള്ളാഹും ബൈബിളിലുള്ള അള്ളാഹുവിന് രണ്ട് ദൈവമാണെങ്കിൽ, ഒന്ന് അന്യദേവനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബൈബിളിലുള്ള സത്യദൈവത്തിന് അന്യദേവൻ്റെ പേര് കൊടുക്കാൻ പാടില്ല. കാരണം അറബിയിലുള്ള യഹോവ എന്ന് അറബിയിൽ എഴുതാൻ പറ്റും, യഹോവ. ഇലോഹി എന്ന് എഴുതാൻ പറ്റും അറബിയിൽ. അല്ലാഹ എന്ന് എഴുതാൻ പറ്റും, കണ്ടീഷ അലാഹ, അലാഹ എന്ന് എഴുതാൻ പറ്റും അറബിയിൽ. ആലിഫ് ലാം ഹ ഈ ലെറ്റർ അറബിയിലുണ്ട്. അപ്പോൾ സിറിയക് ഭാഷയിൽ എഴുതുന്നത് പോലെ അലാഹ എന്ന് അറബിയിൽ എഴുതാൻ പറ്റും ബൈബിളിൽ, അറബിക് ബൈബിളിൽ. അതിന് അള്ളാഹ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അള്ളാഹു എന്ന് എഴുതിയ അറബിക് ബൈബിളുകൾ അത് ഉപയോഗിക്കുന്ന ക്രിസ്ത്യാനികൾ, ആ സഭകൾ മൊത്തം പിഴച്ചു പോയവരാണ്, പരിശുദ്ധാത്മാവില്ലാത്തവരാണെന്നാണോ സെബാസ്റ്റ്യൻ പറയുന്നത്? എടോ പുന്നക്കൽ, പിന്നോക്കൻ, പന്നക്ക, ഞാൻ നിന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, നീ പേടിച്ചടേണ്ട ഒരു കുറുക്കനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നീ ഡിബേറ്റിന് വരാൻ ഞാൻ നിന്നെ വീണ്ടും, സംവാദത്തിന് വരാൻ ഞാൻ നിന്നെ വീണ്ടും ഞാൻ നിന്നെ ഐ വിൽ ഹണ്ട് യു. ഞാനാണ് വേട്ടക്കാരൻ. നിന്നെ പോലെയുള്ള ചെന്നായ്ക്കളെ, ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ വേട്ടയാടലാണ് എൻ്റെ ജോലി. ആ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്ന് പറയുന്നത് കേവലം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ജോലിയല്ല മിസ്റ്റർ സെബാസ്റ്റ്യൻ. ദിസ് ഈസ് എ കമ്മീഷൻ ഫ്രം ദ ലോർഡ് ഓഫ് ഹെവൻസ്. മനസ്സിലായോ? ദൈവത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പാണ്. അല്ല ഏതെങ്കിലും സഭക്കാർ ചട്ടക്കൂട്ടുണ്ടാക്കി ഇറക്കിയ ആളല്ല ജൗഹർ അലി നക്ഷബന്ദി അൽ ഹസനി. മനസ്സിലായുള്ളടോ സെബാസ്റ്റ്യൻ പന്നക്ക? യു വൈപ്പേഴ്സ്, യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. പാമ്പുകൾ എന്നാണ് ക്രിസ്തു നിങ്ങളെ വിളിച്ചത്, സർപ്പങ്ങളെ എന്നാണ് വിളിച്ചത്. സോ ഐ കോൾ യു, യു ആർ സ്നേക്ക്, യു ആർ വോൾഫ്, ആൻഡ് യു ആർ വിക്ഡ് ആൻഡ് അഡൾട്രസ് ജനറേഷൻ. മനസ്സിലായടോ സെബാസ്റ്റ്യൻ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് മൗല കോഗ്നിഷൻ ഇതെവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം സെബാസ്റ്റ്യൻ ക്രിസ്ത്യാനിയല്ല, സത്യക്രിസ്ത്യാനിയല്ല ഉള്ളതിന് മൗല കോഗ്നിഷൻ്റെ അടുക്കൽ തെളിവുണ്ട്. അതല്ലാതെ തെളിയിക്കുക സെബാസ്റ്റ്യനെ മൗല കോഗ്നിഷൻ വെല്ലുവിളിക്കുകയാണ്. വസ്സലാമു അലൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.